അപ്പോൾ ആ ഡിസ്കഷൻ്റെ സമയത്ത് ശരത് സാറ് ഈ പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ സ്ട്രക്ചറായിരുന്നു കാണിച്ചു തരുന്നത്. ഹൗ ഷുഡ് എൻ ഇൻട്രോ ബി, ഹൗ ഷുഡ് ദ കണ്ടന്റ് ബി ഓർഗനൈസ്ഡ്. എനിക്ക് പലപ്പോഴും തെറ്റുപറ്റിക്കൊണ്ടിരുന്നൊരു ഭാഗം ദി സ്ട്രക്ചറിങ് ഓഫ് ദി ആൻസർ. ഐ വുഡ് ഫെയിൽ ടു അഡ്രസ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് തിരുത്താൻ പറ്റിയത് ഈ ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോസസ്സിലാണ്. അതെ, അച്ഛൻ്റെ സർവീസ് ഞാൻ അടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ സർവീസ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളത് കൊച്ചിലെ മുതൽ എനിക്ക് കണ്ടുപരിചയമുള്ളൂ. അപ്പം അച്ഛൻ ഇൻ്റലിജൻസ് ബ്യൂറോയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഓൾ ഇന്ത്യ ട്രാൻസ്ഫേഴ്സ് അങ്ങനെ പലയിടത്തോടെ പോയി അച്ഛൻ്റെ പ്രവർത്തന രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇത് കൂടാതെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മോഡറേറ്റഡ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഓർഗനൈസ്ഡ് ബൈ ലീഡ് ഉണ്ണികൃഷ്ണൻ സാറായിരുന്നു ചെയ്യുന്നത്. ഐ തിങ്ക് ഐ ഗോട്ട് എ വെരി ഗുഡ് സപ്പോർട്ട് ഫ്രം ലീഡ് IAS. കാരണം കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും ഈ പ്രാവശ്യമാണെങ്കിലും എൻ്റെ മെൻറ്റേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം അഭിഷേക് സാർ ആയിരുന്നു. പിന്നെ സാറ് വളരെ ക്രിട്ടിക്കലായിരുന്നു എൻ്റെ ആൻസേഴ്സിനെ പറ്റി. അത് എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമായിരുന്നു. മാത്രമല്ല കൂടുതലും ഞാൻ ഇൻട്രസ്റ്റ് ഡ്രിവൺ ആയിട്ടാണ് കാര്യങ്ങൾ വായിച്ച് നോക്കിയത്. അപ്പോൾ എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമാണ്, പൊളിറ്റിക്കൽ സയൻസ് വലിയ താല്പര്യമില്ല. അപ്പോൾ റിവിഷൻ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. റിവിഷൻ വളരെ കുറവായിരുന്നു. അധികം ആരും എടുക്കാത്തൊരു ഓപ്ഷൻ സബ്ജക്റ്റ് ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ സിലബസ് കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് വാസ്റ്റ്. പിന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അങ്ങനെയൊന്നും അധികം എന്താ പറയുന്ന ഒരു റിസോഴ്സസോ ഹെൽപ്പോ ഒന്നും എനിക്ക് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ലീഡ് IASന്റെ സക്സസ് പോഡിയത്തിൽ എൻ്റെ കൂടെയുള്ളത് മഞ്ജുഷയാണ്. ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 195 റാങ്ക് മഞ്ജുഷ കരസ്ഥമാക്കി. മഞ്ജുഷ ലീഡ് IASന്റെ മെയിൻ സ്കില്ലർ സ്റ്റുഡൻ്റ് ആയിരുന്നു കഴിഞ്ഞ കൊല്ലവും ഇക്കൊല്ലവും. കഴിഞ്ഞ കൊല്ലം ഇൻ്റർവ്യൂവിന് പോയി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇക്കൊല്ലം നല്ല റാങ്കോട് കൂടി പരീക്ഷ പാസ്സായിട്ടുണ്ട്. മഞ്ജുഷ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. മഞ്ജുഷയുടെ ഒരു റയർ ഡിസ്റ്റിങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജുഷ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്തിട്ടാണ് സിവിൽ സർവീസ് പരീക്ഷ ക്രാക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ അധികമാരൊന്നും പരീക്ഷ ക്രാക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ടാണ്. MSc സ്റ്റാറ്റിസ്റ്റിക്സ് കുസാറ്റിൽ നിന്ന് മഞ്ജുഷ കഴിഞ്ഞു. കോട്ടയം രാമപുരം സ്വദേശിയാണ്. നമുക്ക് മഞ്ജുഷയുടെ പ്രിപ്പറേഷൻ്റെ വിശേഷങ്ങൾ അറിയാം. മഞ്ജുഷ, എപ്പോഴാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നൊരു ഡ്രീം തലയിൽ കയറി? സർ, അത് ഒരു ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരുന്നു. ആക്ച്വലി അത് അച്ഛൻ കൊച്ചിലെ മുതൽ ഇങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സാധ്യതകളെ പറ്റിയൊക്കെ. അപ്പം അന്ന് മുതലേ അങ്ങനെ ഒരു ആംബിഷൻ ഉണ്ടായിരുന്നു. പിന്നെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയത് കോളേജ് ലെവലിലാണ്. എനിക്കൊന്ന് ഏറ്റവും വലിയൊരു ട്രിഗർ പോയിന്റ് ആയിട്ട് മാറിയത് ഐ തിങ്ക് അത് ശരിക്കും ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം. എനിക്ക് MSc കഴിയുമ്പോഴത്തേനും ഒരു പ്ലേസ്മെൻറ്റ് ഓഫർ വന്നു. അപ്പോൾ ആ സമയത്ത് ഒരു മോക്ക് ഇൻ്റർവ്യൂവിൻ്റെ യൂട്യൂബ് ഫീഡിലേക്ക് കയറി വരുവാണ്. അഞ്ജലി എസ് IFS കിട്ടിയ അഞ്ജലി എസ് മാമിൻ്റെ. അപ്പോൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് ഐ വോണ്ട് ടു ഡു ദിസ്. അതായിരുന്നു ട്രിഗർ പോയിന്റ് എന്ന് തോന്നുന്നു. അങ്ങനെ MSc കഴിഞ്ഞ് പ്രിപ്പറേഷൻ തുടങ്ങി. ഓക്കെ. അപ്പം വീട്ടിലെ അച്ഛൻ പറയാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അച്ഛനും സർവീസിലുണ്ടായിരുന്നല്ലോ. അതെ, അച്ഛൻ്റെ സർവീസ് ഞാൻ അടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ സർവീസ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളത് കൊച്ചിലെ മുതൽ എനിക്ക് കണ്ടുപരിചയമുള്ളൂ. അപ്പം അച്ഛൻ ഇൻ്റലിജൻസ് ബ്യൂറോയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഓൾ ഇന്ത്യ ട്രാൻസ്ഫേഴ്സ് അങ്ങനെ പലയിടത്തോടെ പോയി അച്ഛൻ്റെ പ്രവർത്തന രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഇതിനൊരു എക്സ്പോഷർ, വാട്ട് ഇസ് ദിസ് എന്നുള്ള ഇൻട്രൊഡക്ഷൻ അച്ഛനാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. മൂന്നാമത്തെ അറ്റംപ്റ്റിലാണല്ലോ ക്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ജേർണിയിൽ 2 അറ്റംപ്റ്റിൽ എന്താ പറ്റിയത്? എങ്ങനെയാണ് അത് മൂന്നാമത്തെ അറ്റംപ്റ്റിൽ ഇമ്പ്രൂവ് ചെയ്തെടുത്തത്? സർ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ശരിക്കും 2020 പാസ് ഔട്ടാണ് ഞാൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പം ആ സമയത്ത് കോവിഡ് ആയിരുന്നു, ലോക്ക്ഡൗൺ ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനൊരു ശ്രമം നടത്തി. അപ്പം ദർ വാസ് നോ ഇൻട്രാക്ഷൻ വിത്ത് കമ്മ്യൂണിറ്റി. എനിക്ക് തോന്നുന്നു ഈ പ്രിപ്പറേഷനിൽ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്, ദാറ്റ് വി കീപ്പ് ഇൻ ടച്ച് വിത്ത് ആസ്പിറൻസ്. അപ്പോൾ നമ്മുടെ പഠനം കുറേ കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് തോന്നുന്നില്ല എനിക്കൊരു വാല്യുവേഷൻ നടത്താൻ പറ്റി എന്നെപ്പറ്റി, അബൌട്ട് വെയർ ഐ സ്റ്റാൻഡ്. മാത്രമല്ല കൂടുതലും ഞാൻ ഇൻട്രസ്റ്റ് ഡ്രിവൺ ആയിട്ടാണ് കാര്യങ്ങൾ വായിച്ച് നോക്കിയത്. അപ്പോൾ എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമാണ്, പൊളിറ്റിക്കൽ സയൻസ് വലിയ താല്പര്യമില്ല. അപ്പോൾ റിവിഷൻ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. റിവിഷൻ വളരെ കുറവായിരുന്നു. അപ്പോൾ ഒരു ഹാഫ് ഹാർട്ട് അറ്റംപ്റ്റ് ആയിരുന്നു പ്രിലിംസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ. ക്ലിയർ ചെയ്തില്ല. അപ്പോൾ പിന്നെ ഇരുന്ന് പഠിക്കാൻ ഒരു ഊർജ്ജമായി ക്ലിയർ ചെയ്യാതെ വന്നപ്പോഴത്തേനും. പിന്നെ ഒരു പ്രോപ്പർ ഓർഗനൈസ്ഡ് ടെസ്റ്റ് സീരീസ് ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ സിലബസ് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. സെക്കൻഡ് അറ്റംപ്റ്റിൽ വാട്ട് കോസ്റ്റ് മീ ഈസ് മൈ ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ വെൻ ഇറ്റ് കെയിം ടു ദ ഓപ്ഷണൽ സബ്ജക്റ്റ്. അത് പക്ഷേ അധികം ആരും എടുക്കാത്തൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ സിലബസ് കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് വാസ്റ്റ്.
പിന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അങ്ങനെയൊന്നും അധികം എന്നാ പറയുന്ന ഒരു റിസോഴ്സസോ ഹെൽപ്പോ ഒന്നും എനിക്ക് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഓപ്ഷണലിന് സ്കോർ പോരായിരുന്നു. അങ്ങനെ 2 attempts. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ് പ്രിലിംസ് മെയിൻസ്. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു മഞ്ജുഷ ലീഡിൽ വരുന്നത്. അപ്പം ഒരു ഗൈഡൻസ് ഇല്ലാതെ പ്രിപ്പയർ ചെയ്യുന്നതും ഈ പറയുന്ന ഒരു ഗൈഡൻസിലേക്ക് വരുമ്പോഴും എന്ത് മാറ്റം മഞ്ജുഷയ്ക്ക് തോന്നി ഈ പ്രിലിംസിന്റെ കാര്യത്തിലൊക്കെ മെയിൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ? അത് ഐ തിങ്ക് ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഗൈഡൻസ് ഇല്ലാതെയും ഗൈഡൻസോട് കൂടെയും ചെയ്യാന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മിസ്റ്റേക്സ് ഇതൊക്കെ തന്നെയാണ്. അത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു പ്രോപ്പർ മെൻറ്റർഷിപ്പ് ആയിരുന്നു. പിന്നെ ഞാൻ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആൻസേഴ്സ് എഴുതും, പക്ഷെ അത് ടൈം ബൗണ്ട് ആയിട്ടൊന്നും അല്ല എഴുതുന്നത്. അറ്റംപ്റ്റ് ചെയ്യും, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഐ എം ബ്ലൈൻഡ് ടു ദ മിസ്റ്റേക്സ് ദാറ്റ് ഐ മേക്ക്. അല്ലെങ്കിൽ ഐ ബിക്കം ഓവർ സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ഓൺ ആൻസേഴ്സ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഐ നീഡ് എ മെൻറ്റർ, സംബഡി എൽസ് ടു പോയിന്റ് ഔട്ട് മൈ മിസ്റ്റേക്സ്. അത് എനിക്ക് ഐ തിങ്ക് ഐ ഗോട്ട് എ വെരി ഗുഡ് സപ്പോർട്ട് ഫ്രം ലീഡ് IAS. കാരണം കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും ഈ പ്രാവശ്യമാണെങ്കിലും എൻ്റെ മെൻറ്റേഴ്സ്, കഴിഞ്ഞ പ്രാവശ്യം അഭിഷേക് സാർ ആയിരുന്നു. ആൻഡ് പിന്നെ സാറ് വളരെ ക്രിട്ടിക്കലായിരുന്നു എൻ്റെ ആൻസേഴ്സിനെ പറ്റി. അത് എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമായിരുന്നു. കാരണം ഒരാളെൻ്റെ ആൻസറിനെ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ കൂടുതൽ എന്നെ പുഷ് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഐ ബിക്കം കംപ്ലേസൻ്റ് ആയി, ഇത്രയൊക്കെ മതി. സോ അഭിഷേക് സാറ്, പിന്നെ ഇപ്രാവശ്യം ഷിർഫാത്ത് സാറ്, അപ്പം ഇവർ രണ്ടുപേരും എൻ്റെ മെൻറ്റേഴ്സ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് മെയ്ഡ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. പഠിക്കുന്ന ഒരാളായിരുന്നു ആദ്യം തൊട്ടേ? ചെറുപ്പത്തിലെ നല്ല രീതിയിൽ പഠിക്കും, ക്ലാസ്സിൽ എപ്പോഴും ടോപ്പാണ്, അങ്ങനെയുള്ള ഒരാളാണ്? അങ്ങനെ ഞാൻ പറയില്ല, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരു ടോപ്പ് 5 അവിടെ എവിടെയെങ്കിലുമൊക്കെ വരാറുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത സ്കോർസ് ആയിരുന്നു. എന്തുകൊണ്ടാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് ബാംഗ്ലൂരാണ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് ഉള്ള ഒരു കോമ്പിനേഷൻ എടുത്തത് അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് കേരളം വിട്ട് അങ്ങോട്ട് പോയിട്ട് പഠിച്ചത്? സർ, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പ്ലാൻസ് ഇങ്ങനൊന്നും അല്ലായിരുന്നു ആദ്യമേ. എനിക്ക് ഡൽഹിയിൽ പോയി സ്റ്റീഫൻസിൽ ജോയിൻ ചെയ്യണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ എനിക്ക് നമ്മൾ ഒരുപാട് കേൾക്കാറുള്ളതാണ് ഈ JNUവിലെയും സ്റ്റീഫൻസിലെയും ഒക്കെ അറ്റ്മോസ്ഫിയർ എന്താണ്, അപ്പോൾ കുട്ടികൾ അവിടെ എങ്ങനെയാണ് ഡിബേറ്റ്സിലും ഓപ്പൺ ഡിസ്കഷൻസിലും ഒക്കെ പങ്കെടുക്കുന്നത്. സോ ദേ ആർ വെരി അവെയർ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ എൻ്റെ കോളേജിൽ വേണം എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പുറത്ത് പോകുമ്പം നമ്മൾ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആവുമല്ലോ. വി ആർ സ്റ്റേയിങ് അവേ ഫ്രം ദ കംഫർട്ട് ഓഫ് ഹോം. അപ്പം അങ്ങനെയും കൂടെ ആലോചിച്ചു, ആ ഒരു എക്സ്പോഷറും കൂടെ ആലോചിച്ചു. സ്റ്റീഫൻസിൽ പോകാൻ പറ്റിയില്ല, പക്ഷേ ഐ ജോയിൻ ബാംഗ്ലൂർ മൗണ്ട് കാർമൽ കോളേജ്. ഓക്കെ, ഇപ്പം നമുക്ക് പ്രിപ്പറേഷൻ്റെ ഓരോ സ്റ്റേജിലേക്ക് വരാം. പ്രിലിംസ് എക്സാം, എനിക്ക് തോന്നുന്നു പ്രിലിംസ് എല്ലാവർക്കും പേടിയുള്ള ഒരു സമയമാണ്. ഇനി 1 മാസം കൂടെ ഉള്ളൂ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പ്രിലിംസിന് എന്തായിരുന്നു മഞ്ജുഷയുടെ സ്ട്രാറ്റജി? പ്രിലിംസിന് ആദ്യമേ സ്റ്റാൻഡേർഡ് ബുക്സ്, ബേസിക് ബുക്സ് എല്ലാം വായിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ ഐ ഡിപ്പെൻഡഡ് ഓൺ ടെസ്റ്റ് സീരീസ്. അപ്പോൾ ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പം എനിക്ക് എൻ്റെ ഗ്യാപ്സ് മനസ്സിലാവുമായിരുന്നു. അപ്പം ആ ഗ്യാപ്സ് മനസ്സിലാക്കിയിട്ട് എവിടെയാണ് ഫില്ലിൻ ചെയ്യേണ്ടത്, ആ ഒരു എഫേർട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെയ്യുമ്പം പലപ്പോഴും എന്താ പറയുക, ഹിസ്റ്ററി, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി വരുമ്പോഴത്തേനും എനിക്ക് വലിയ ക്ലാരിറ്റി ഇല്ല, ക്വസ്റ്റ്യൻസ് എപ്പോഴും തെറ്റിക്കുന്നു. അപ്പം ഞാൻ തിരിച്ചുപോയി അങ്ങനെയുള്ള റിസോഴ്സസ് വായിച്ചിട്ടുണ്ട്. അപ്പം ഐ ഫൗണ്ട് തമിഴ്നാട് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സ് വെരി ഹെൽപ്ഫുൾ. അല്ലെങ്കിൽ അങ്ങനെ എവിടെയാണോ ഗ്യാപ്സ് ഉള്ളത്, ഗോ ബാക്ക് ആൻഡ് റീഡ് ഓൺ ദോസ് ടോപ്പിക്സ്. അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് റിവിഷനാണ് എനിക്ക് ചെയ്യാൻ ഏറ്റവും മടിയുള്ളൊരു കാര്യം റിവിഷനാണ്. സോ ഗോയിങ് ബാക്ക് ടു ദ സെയിം ടെക്സ്റ്റ് ബുക്സ് അഗെയിൻ ആൻഡ് അഗെയിൻ ഇറ്റ്സ് വെരി ടയർസം ഫോർ മീ. അതുകൊണ്ട് ടെസ്റ്റ് സീരീസിന് ആൻസർ കീസ് തന്നെയായിരുന്നു എൻ്റെ ഒരു പ്രോപ്പർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ ആൻസർ കീസിൽ വെനെവർ ഐ കം അക്രോസ് സംതിങ് ദാറ്റ് ഐ എം ഫോർഗെറ്റിംഗ് ഓഫൻ, അത് ഞാൻ ഈ നോട്ട്സിലേക്ക് പല ഫോൾഡേഴ്സിലേക്ക് എടുത്തിടുമായിരുന്നു. അങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ നോട്ട്സ്. അപ്പോൾ ഐ തിങ്ക് ബിഫോർ മൈ പ്രിലിംസ് എക്സാമിനേഷൻ അത് ശരിക്കും എനിക്ക് ഒരു മിനിമം 2 times എങ്കിലും ഞാനത് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഗോ ടു മെറ്റീരിയൽ എന്ന് പറയുന്നത്, അല്ലാതെ ഒരു ടെക്സ്റ്റ് ബുക്കോ കാര്യങ്ങളോ ഒന്നും അല്ല. സോ ദാറ്റ് ഹെൽപ്പ് മീ. ഐ തിങ്ക് ഒരു സെൽഫ് എഫേർട്ട് വളരെ കൂടുതലായിട്ടുണ്ട് അതിനകത്ത് ഈ ഒരു അപ്രോച്ചിൽ അല്ലേ? അപ്പം ഇത് കുറച്ചുകൂടെ ഒരു tedious ആയിട്ട് സമയം ഒരുപാട് കൺസ്യൂം ചെയ്യുന്നതെന്ന് തോന്നിയിട്ടില്ല? ഇങ്ങനെ ഇത്രയും നോട്ടുകൾ റിവേഴ്സ് പോയി നോക്കണം, നമ്മൾ തന്നെ ഈ നോട്ടിലേക്ക് മാറ്റി വെക്കണം. യു കുഡ് ഹാവ് ഈസിലി റിലേഡ് ഓൺ സം അതർ കമ്പൈലേഷൻസ് അല്ലേ, അല്ലെങ്കിൽ ടോപ്പേഴ്സ് നോട്ട്. ഒരു സെൽഫ് എഫേർട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിന് ഒരു റിവാർഡ് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ടൈം, അത്രയും സമയം പലർക്കും പേടിയാണ് അത്ര സമയം കളയുന്നത് ഓർത്തായിരിക്കും എന്നുള്ളത്. അതെങ്ങനെ ആ ഒരു ടെൻഷൻ മഞ്ജുഷ മാനേജ് ചെയ്തത്? Sir, relying on toppers notes, I think that can come in our mains stage. പക്ഷേ പ്രിലിം സ്റ്റേജിൽ ഞാൻ എന്താണോ മറക്കുന്നത് അതാണ് ഞാൻ കൂടുതലും നോട്ട് ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുന്നത്.
അപ്പോൾ അത് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യണം എന്നെനിക്ക് ഞാൻ തീരുമാനിച്ചിരുന്ന കാര്യമാണ്. പിന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഈ പുതിയ സാധനങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ഈ നോട്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നോഷൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ്. അപ്പം ഇറ്റ്സ് വെരി കസ്റ്റമൈസബിൾ. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റോടു കൂടി തന്നെയാണ് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഐ കുഡ് റിവൈസ് ഇറ്റ് ഓൾസോ. ആ സമയത്ത് എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. സോ പെട്ടെന്ന് ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഇറ്റ് വാസ് ഓവർവെൽമിംഗ് ഫോർ മീ. അപ്പം മൈ ഗോ ടു വാസ് ഈ നോട്ട്സ് ദാറ്റ് ഐ പ്രിപ്പയർഡ്. ഓക്കെ, മെയിൻസിൻ്റെ സ്ട്രാറ്റജിയിലേക്ക് വരാം. എന്തൊക്കെയാണ് ചെയ്തത് സ്റ്റാർട്ടിങ് ഫ്രം സിലബസ് പ്രിപ്പറേഷൻ ടു പെർഫെക്റ്റിംഗ് യുവർ ആൻസർ? സർ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത്ര ഓർഗനൈസ്ഡ് ആയിട്ട് സിലബസ് നോക്കി ഇതെല്ലാം പഠിക്കണം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. അപ്പോൾ ഞാനിവിടെ വെറുതെ ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് എനിക്ക് ഉണ്ടായിട്ടില്ല. എഴുതിയിട്ടില്ലെന്നല്ല, എഴുതാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ലാവിഷായിട്ടൊരു 15 മിനിറ്റ് എടുത്തങ്ങ് എഴുതും. എന്നിട്ട് ആ ആൻസർ നോക്കി എനിക്ക് തന്നെ ഒരു സന്തോഷമൊക്കെ വരും. പക്ഷേ ദാറ്റ്സ് നോട്ട് ഇറ്റ്. മെയിൻസ് പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ സാധനം അത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് പ്രോപ്പറായിട്ട് എൻ്റെ എഫേർട്ട് ഞാൻ ഇട്ട് തുടങ്ങുന്നത്. ആൻഡ് ശരിക്കും ഐ ഓ എ ലോട്ട് ടു ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ഹിയർ. അത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു. സോ ദർ വാസ് നോ ഡൗട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ടൈം. സോ ഐ കെയിം ഡയറക്ട്ലി. കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസ് ക്ലിയർ ചെയ്ത് ഞാൻ വേഗം സാറിൻ്റെ അടുത്തേക്ക് തന്നെയാണ് വന്നത്. അപ്പോൾ പിന്നെ പറയേണ്ട ഒരു കാര്യം, എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് മെയിൻസിൻ്റെ ആ ഒരു പഠനത്തിൻ്റെ സമയത്ത്. അപ്പം ഞാൻ സപ്പോസ് പ്ലാൻ ചെയ്യും ഐ ആം ഗോയിങ് ടു ഫിനിഷ് ദിസ് പാർട്ട് ഇൻ 3 hours. നടക്കത്തില്ല. എവിടെയെങ്കിലുമൊക്കെ ഡെറിവേഷനിൽ എവിടെയെങ്കിലുമൊക്കെ ഞാൻ സ്റ്റക്ക് ആവും. 3 hours എന്നുള്ളത് അങ്ങ് പോവും. അപ്പം ഓൾമോസ്റ്റ് ദി എൻറ്റയർ ഡേ വുഡ് ബി കൺസ്യൂംഡ് ഇൻ ഓപ്ഷണൽ പ്രിപ്പറേഷൻ. പിന്നെ ഞാൻ 6 മണിക്ക് ഇവിടെ വരുമ്പോഴാണ് ജനറൽ സ്റ്റഡീസ് എന്ന റിയാലിറ്റിയിലേക്ക് ഞാൻ ഉണരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ PYQs തന്നെയാണ് എഴുതിക്കൊണ്ടിരുന്നത്, 5 questions. അപ്പോൾ അതൊരു കോൺഫിഡൻസ് വരുമായിരുന്നു. ആഫ്റ്റർ ഓൾ ഐ എം അറ്റംപ്റ്റിംഗ് UPSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പിന്നെ ഫോളോഡ് ബൈ ദ ഡിസ്കഷൻ. അപ്പോൾ ആ ഡിസ്കഷൻ്റെ സമയത്ത് ശരത് സാറ് ഈ പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ സ്ട്രക്ചറായിരുന്നു കാണിച്ചു തരുന്നത്. ഹൗ ഷുഡ് എൻ ഇൻട്രോ ബി, ഹൗ ഷുഡ് ദ കണ്ടന്റ് ബി ഓർഗനൈസ്ഡ്. പിന്നെ ഞാൻ പലപ്പോഴും തെറ്റുപറ്റിക്കൊണ്ടിരുന്ന ഒരു ഭാഗം ദി സ്ട്രക്ചറിങ് ഓഫ് ദി ആൻസർ. I would fail to address the question properly. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് തിരുത്താൻ പറ്റിയത് ഈ ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോസസ്സിലാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കണ്ടന്റ് ജനറേഷൻ മോസ്റ്റ്ലി നടന്നത് ഡെയിലി ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു സമയത്താണ്. സോ പിന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസ് ടൈം ബൗണ്ട് ആയിട്ട് ആൻസേഴ്സ് എഴുതുക. 3 hour ടെസ്റ്റിൻ്റെ സ്ട്രെയിൻ ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കുന്നത് ഇവിടെ വന്നേ പിന്നെയാണ്. അപ്പം പ്രാക്ടീസ്. മഞ്ജുഷയെ സംബന്ധിച്ചിടത്തോളം ആൻസർ റൈറ്റിംഗിലെ നോൺ നെഗോഷ്യബിൾസ് എന്തൊക്കെയാണ്? Answer writing, I think one advantage that I had automatically is I like to write. I like to express things through writing. So അതൊരു നാച്ചുറൽ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് അഡ്രസ്സിങ് ദ ക്വസ്റ്റ്യൻ ഇസ് റിയലി റിയലി ഇമ്പോർട്ടൻറ്റ്. അപ്പം പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലെ ഭാഗങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ പോകാറുണ്ടായിരുന്നു. അപ്പം അതൊരു കമൻ്റ് ആയിരുന്നു എനിക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരുന്നത് ഫ്രം മെൻറ്റേഴ്സ്. So addressing the question properly itself would ensure that we fetch the minimum marks. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ആൻസറിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കണ്ടന്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് വിൽ റിമെയിൻ ദ സെയിം ഓൾമോസ്റ്റ്. ബട്ട് വാട്ട് മേക്സ് എൻ ആൻസർ ഡിസ്റ്റിങ്ക്റ്റ് വുഡ് ബി ദ വേ യു അഡ്രസ് ദ ക്വസ്റ്റൻ ഇൻ ദി ഇൻട്രോ ആസ് വെൽ ആസ് ഇൻ ദ കൺക്ലൂഷൻ. സോ ആ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആ ഇൻട്രൊഡക്ഷനിൽ കോണ്ടെക്സ്ച്വലൈസ് ചെയ്ത് ഇൻട്രൊഡക്ഷൻ എഴുതാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഡേറ്റ ഇതൊക്കെ വെച്ച് ഇൻട്രൊഡക്ഷനും അങ്ങനെ കൺക്ലൂഷനും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിലേക്ക് വരാം. അപ്പം ഇൻ്റർവ്യൂ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നല്ല രീതിയിൽ മാർക്ക് കൂടി, 30 മാർക്കോളം കൂടിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനേക്കാൾ ഇത്തവണ വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയത്? സർ, ആക്ച്വലി നമുക്ക് ഈ UPSC ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേനും ദ ഹൈപ്പ് സറൗണ്ടിങ് ഇറ്റ് ഇസ് ഹ്യൂജ്. അപ്പോൾ ഫസ്റ്റ് ടൈം പോകുമ്പം എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എന്താണെന്നുള്ളത്. അപ്പം ഐ വാസ് ഓവർവെൽംഡ്. അന്ന് ഞാൻ ആങ്ഷ്യസ് ആയിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് ലാസ്റ്റ് ടൈം ആസ് വെൽ എസ് ദിസ് ടൈം മൈ ഇൻ്റർവ്യൂ വെൻറ്റ് അലോങ് ദ സെയിം ലൈൻസ്. അതായത് എൻ്റെ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോമിൽ വാട്ട് സ്റ്റാൻഡ്സ് ഔട്ട് ഫോർ ദം ഇസ് ദാറ്റ് ഐ ഹാവ് എ സ്റ്റാറ്റിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ട്.
അപ്പോൾ വിടാതെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യവും എൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ അങ്ങനെ സ്ട്രീം ലൈൻ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ എന്നാ പറയുന്നത്, തിങ്സ് ഫെൽ ഇൻ പ്ലേസ് ഫോർ മീ സോ ദാറ്റ് ദ പ്രിപ്പറേഷൻ കണ്ടിന്യൂഡ്. കാരണം എനിക്ക് തോന്നുന്നു മെയിൻസ് കഴിഞ്ഞ് ഞാൻ അധികം റെസ്റ്റ് എടുത്തിട്ടില്ല. എനിക്ക് ഉടനെ RBIയുടെ ഇൻ്റർവ്യൂ കോൾ കിട്ടി. അപ്പോൾ വീണ്ടും സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ കുറേ കൂടെ പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് പറ്റി. പിന്നെ ന്യൂസ് പേപ്പർ, ഐ ആഡഡ് എ ബിസിനസ് ന്യൂസ് പേപ്പർ ഇൻ ടു മൈ ലിസ്റ്റ്. ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നൊരു ന്യൂസ് പേപ്പർ ഞാൻ വായിക്കാൻ തുടങ്ങി. പിന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് ഫേസിങ്, ഞാൻ സാറിൻ്റെ അടുത്ത് എത്ര 1-on-1 സെഷൻസ് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഫേസിങ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് റിമൂവിങ് ദറ്റ് ഫിയർ ടു ഫേസ് ദ ക്വസ്റ്റ്യൻസ്. സോ അത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻ ടൈം ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ്. അതെ അതെ, ഗ്രൂപ്പ് ഡിസ്കഷൻസ്. യെസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഇറ്റ് മേക്സ് അവർ ആക്ടിവിറ്റി, അവർ എഫേർട്ട് സോ മച്ച് സിംപ്ലർ. അതിൻ്റെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ശരിക്കും ഐ ഹാഡ് എ വെരി ആക്റ്റീവ് ഗ്രൂപ്പ്. അപ്പം ദേ വുഡ് മേക്ക് ഷുവർ അവരെല്ലാ ദിവസവും കമ്മിറ്റഡ് ആയിട്ട് ഈ ഒരു സമയത്ത് നമ്മളിവിടെ കൂടും, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പം ചില സമയത്ത് ഞങ്ങൾ തീമാറ്റിക് ആയിട്ടായിരിക്കും ഗ്രൂപ്പ് ഡിസ്കഷൻസ് കൊണ്ടുപോകുന്നത്. പക്ഷേ ചില സമയത്ത് റാൻഡം ആയിട്ട് എന്തെങ്കിലും ടോപ്പിക്സ് എടുത്ത് ഡിസ്കസ് ചെയ്യും. പിന്നെ മോക്ക് ഇൻ്റർവ്യൂസ്, പിയർ മോക്സ് എടുക്കുമായിരുന്നു. ഇത് കൂടാതെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മോഡറേറ്റഡ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഓർഗനൈസ്ഡ് ബൈ ലീഡ് ഉണ്ണികൃഷ്ണൻ സാർ ആയിരുന്നു ചെയ്യുന്നത്. അത് ദ വേ ഹി ഡസ് ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. സാർ അത് വളരെയധികം താല്പര്യം എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നത്. എനിക്കൊന്ന് പാർട്ടിസിപ്പേഷനും വളരെ കൂടുതലായിരുന്നു ഇപ്രാവശ്യം. അപ്പം ഒരുപാട് ഐഡിയാസ് പൂളിങ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ആൻഡ് അത് നമ്മുടെ ജനറൽ സ്റ്റഡീസ് പ്രിപ്പറേഷൻ ഡ്യൂറിങ് ഇൻ്റർവ്യൂ ഇറ്റ് മേക്സ് ഇറ്റ് എ ലോട്ട് സിംപ്ലർ. ഇന്റർവ്യൂവിന് എന്താ ചോദിച്ചേ? ഇൻ്റർവ്യൂവിന് ഞാൻ പറഞ്ഞ പോലെ ശരിക്കും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു മേജർ റണ്ണിങ് ടീം എന്ന് പറയുന്നത്. അപ്പം സ്റ്റാർട്ടിങ് ഫ്രം ദ ചെയർമാൻ, എവറി മെമ്പർ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫാക്ട് ദാറ്റ് ഐ ഹാവ് എ സ്റ്റാറ്റിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ തുടക്കം തന്നെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, വി കീപ് ഹിയറിംഗ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഡേറ്റ ഈസ് എ പബ്ലിക് ഗുഡ്, ബട്ട് ദെൻ we have the Puttaswamy judgment which says that privacy has to be upheld. So how do you reconcile between the two എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷേ കുഴപ്പമില്ലാതെ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ സാധാരണ ഡേറ്റാ ബേസസ്, നമ്മുടെ പോവർട്ടി എസ്റ്റിമേഷൻ, അതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു ചോദ്യം വന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇൻ്റർവ്യൂ, the advantage that I had was that it was mostly based on the detailed application form. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് റാൻഡംനെസ് വന്നിട്ടില്ല. അപ്പോൾ അവരെന്നോട് എൻ്റെ ഹോബീസ് എന്താണെന്നുള്ളത് ആ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ 2 ഹോബീസ് എന്ന് പറയുന്നത്, ഒന്ന് വെസ്റ്റേൺ മ്യൂസിക്കിൽ ഒരു മെമ്പറായിരുന്നു. അപ്പം നാച്ചുറലി അവർ ചോദിക്കുന്നത് വെസ്റ്റേൺ മ്യൂസിക്കിൽ വാട്ട് ആക്ടിവിറ്റി വർ യു ഡൂയിങ്. അപ്പം ഞാൻ പറഞ്ഞു ഐ വാസ് എ വോക്കലിസ്റ്റ്. പിന്നെ ഏത് സ്റ്റൈൽസാണ് കൂടുതൽ പാടാറുള്ളത്. ആ രീതിയിൽ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് എൻ അഡ്വാൻറ്റേജ് ഫോർ മീ ഇൻ ദ ഇൻ്റർവ്യൂ. പിന്നെ ഹോബീസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കുറച്ച് പാഷനേറ്റ് ആയിട്ടും കൂടെ സംസാരിക്കാൻ പറ്റി. ബട്ടർഫ്ലൈ വാച്ചിങ്ങിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ടുവേർഡ്സ് ദി എൻഡ് ദ മെമ്പർ ആസ്ക്ഡ് മീ about the migration of the monarch, the flight of the monarch എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഫിനോമിനൻ ഉണ്ട്. ഡു യു നോ അബൌട്ട് ദാറ്റ്? എനിക്ക് തോന്നുന്നു ദാറ്റ് വാസ് എ ക്രൂഷ്യൽ പോയിന്റ് where I was able to talk about my hobby very passionately and end my interview well. Actually thanks to you, Sara question നമ്മുടെ 1-on-1 സെഷൻസിൽ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ വളരെ മഞ്ജുഷയുടെ പ്രിപ്പറേഷൻ എനിക്ക് യുണീക്ക് ആയിട്ട് തോന്നിയത് കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷനാണ്. കാരണം യു എക്സ്റ്റെൻസീവ്ലി റിലൈഡ് ഓൺ ന്യൂസ് പേപ്പർ ടു ഫെച്ച് കണ്ടന്റ് ആൻഡ് ടു മേക്ക് ആർഗ്യുമെന്റ്സ്. സോ ഹൗ ഡിഡ് യു ഓർഗനൈസ് ദ കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ? അങ്ങനെ എല്ലാം ഒന്നും ഓർഗനൈസ് ചെയ്യാത്ത ഒരാളാണെന്ന് എനിക്കറിയാവുന്നത്. പക്ഷേ കറണ്ട് അഫയേഴ്സിൽ എങ്ങനെയാണ് കണ്ടന്റ് ഗ്രാബ് ചെയ്തത്? എങ്ങനെയാണ് പത്രം പരീക്ഷയ്ക്ക് വളരെ എഫക്റ്റീവാക്കി യൂസ് ചെയ്തത്? സർ, ഇതിനകത്ത് ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽ തന്നെയാണ്. ബാക്കിയെല്ലാം നമ്മൾ വി ഹാവ് ടു ഗോ ബാക്ക് ടു ദ സെയിം ഓൾഡ് ടെക്സ്റ്റ് ബുക്സ് അഗൈൻ ആൻഡ് അഗൈൻ. അപ്പം ആ ഒരു റെപ്പറ്റീഷൻ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിലില്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ ഞാൻ ഓർഗനൈസ് ചെയ്യുന്ന കാര്യത്തിൽ വാട്ട് ഐ വുഡൻറ്റ് കോംപ്രമൈസ് ഓൺ വുഡ് ബി മൈ കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ. അപ്പോൾ അത് ഞാൻ ഈ നോട്ട്സ് ഉണ്ടാക്കി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഐ വുഡ് റീഡ് എ ഡേയ്സ് ന്യൂസ് പേപ്പർ. ആ ന്യൂസ് പേപ്പറിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ നോട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ റെഡിമെയ്ഡ് കണ്ടന്റ് ഏതെങ്കിലും ആയിരിക്കും റിലൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളിന്ന് വായിച്ച പത്രത്തിൻ്റെ റിവിഷൻ പോലെ തന്നെ ഞാൻ ഏതെങ്കിലും ഒരു സൈറ്റിൽ, ഞാൻ യൂഷ്വലി റിലൈ ചെയ്തുകൊണ്ടിരുന്നത് ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ ഫോറം, ആ സൈറ്റിൽ പോയിട്ട് കണ്ടന്റ് ഫെച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവർ ആ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ജനറൽ സ്റ്റഡീസിൻ്റെ ടോപ്പിക് വൈസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവും.
അപ്പം അവിടെ നിന്ന് കറണ്ട് അഫയേഴ്സ് പിക്ക് ചെയ്യാൻ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ എക്സ്റ്റെൻസീവ്ലി ഈ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻസിൻ്റെ സമയത്ത് നമുക്കധികം പത്രം വായിക്കാൻ സമയം കിട്ടാറില്ല. സോ ആ സമയത്ത് ഇവിടെ നിന്ന് റിലീസ് ചെയ്തുകൊണ്ടിരുന്ന ഡെയിലി ബുള്ളറ്റിൻ, ദാറ്റ് വാസ് മൈ ഗോ ടു റിസോഴ്സ്. പിന്നെ സാറിൻ്റെ ഒരു മാരത്തോൺ സെഷൻ ഉണ്ടായിരുന്നു. ഒരു നമ്മളെത്രയാ ഒരു 300ഓളം ടോപ്പിക്സ് 11 ദിവസം കൊണ്ട് കവർ ചെയ്യുക എന്നുള്ളത്. അത് ഇറ്റ് കെയിം ഇമ്മീഡിയറ്റ്ലി ബിഫോർ അവർ ആക്ച്വൽ മെയിൻസ് എക്സാമിനേഷൻ. അതും ഇറ്റ് ഹാസ് ഹെൽപ്പ് മീ എ ലോട്ട്. അതോടൊപ്പം തന്നെ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നോട്ട് മേക്കിംഗ്. അതിൽ ഡിജിറ്റൽ ടൂൾസ് വളരെ എക്സ്റ്റെൻസീവ്ലി ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഒരാളാണ് മഞ്ജുഷ. അപ്പോൾ അതെങ്ങനെയായിരുന്നു ചെയ്യുന്നത്? ഏതൊക്കെ ടൂൾസാണ് ഉപയോഗിച്ചത്? സർ, ഞാൻ ഫിസിക്കലി ഞാൻ അധികം നോട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഐ തോട്ട് ഇറ്റ്സ് ക്വൈറ്റ് ഇൻഎഫിഷ്യൻറ്റ് വെൻ ഇറ്റ് കെയിം ടു മൈ സ്റ്റൈൽ ഓഫ് നോട്ട് മേക്കിംഗ്. അതുകൊണ്ട് ഞാൻ നോഷൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സംഗതി എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം ഇറ്റ്സ് കസ്റ്റമൈസബിൾ. ആ ഒരു സെറ്റ് ഫ്രെയിം വർക്കിൽ നമ്മൾ കാര്യങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഫീച്ചർ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കലണ്ടർ ഫീച്ചറുണ്ട്. സോ ഞാൻ ഈ ഡെയിലി കറണ്ട് അഫയേഴ്സ് സേവ് ചെയ്യുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് ആ കലണ്ടറിൽ കൊണ്ടാണ് സേവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ 2-3 ദിവസം ചെയ്തില്ലെങ്കിൽ ഐ കുഡ് ക്ലിയർലി സീ ദാറ്റ് ഐ ആം ഡ്രാഗിങ്, ഐ എം ഫോളോയിങ് ബാക്ക് എന്നുള്ളത് എനിക്ക് ക്ലിയർലി മനസ്സിലാവുമായിരുന്നു. സോ ഇൻ ദാറ്റ് വേ എനിക്ക് തോന്നുന്നു നോഷൻ ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ടിവിറ്റി ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ ലേണിംഗ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്? പ്രൊഡക്ടിവിറ്റി ടെക്നിക്ക് മെയിൻലി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ റെസ്റ്റ് എടുക്കേണ്ടപ്പോൾ റെസ്റ്റ് എടുക്കുന്നില്ല. നമ്മൾ ഈ ഓവർ എക്സൈറ്റ്മെൻറ്റിൽ ഇതിപ്പോൾ തീർത്തേക്കാം എന്നുള്ള മട്ടിൽ കാര്യങ്ങളിരുന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തത്. ആൻഡ് ഓവർ ടൈം ഇറ്റ് മെയ്ഡ് മീ റിയലി ഇൻഎഫിഷ്യൻറ്റ് ആൻഡ് മെയ്ഡ് മൈ എഫേർട്ട് റിയലി ബോറിങ് ആസ് വെൽ. അപ്പോൾ ഞാൻ പൊമഡോറോ ടെക്നിക്ക് ഇറ്റ്സ് വെരി കോമൺ. അപ്പം നമ്മളൊരു 25 മിനിറ്റ്സ് ആദ്യം പഠിക്കുക, പിന്നീട് ബ്രേക്ക് ഫോർ 5 മിനിറ്റ്സ്, അങ്ങനെ ഒരു 4 സെഷൻ കഴിയുമ്പോഴത്തേനും 15 മിനിറ്റ് ബ്രേക്ക്. അപ്പോൾ അങ്ങനെ ഒക്കെ ഞാൻ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ്മെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ പ്രിപ്പറേഷനാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നിൽ നിന്നും വിട്ടു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. വി ക്യാൻ പ്രോപ്പർലി എൻഗേജ് ഇൻ അവർ ഹോബീസ്, അവർ ആക്ടിവിറ്റീസ്, അവർ ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ ജേർണൽ എൻട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ബട്ടർഫ്ലൈ വാച്ചിങ്, ഇതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ്. ഈ ബട്ടർഫ്ലൈ വാച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതെങ്ങനെയാണ് ആ ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തത്? അത് ലേറ്റർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം തുടങ്ങിയ പരിപാടിയാണ്? പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കൂടുതലും സീരിയസ് ആയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ടൈം ഫ്രെയിം ഈസ് 2020 ലോക്ക്ഡൗൺ. ആ സമയത്ത് നമ്മൾ പുറത്തോട്ടെങ്കിലും ഇറങ്ങുന്നില്ല. പ്രിപ്പറേഷൻ വാസ് ഹാർഡ്. അപ്പം പുറത്തോട്ടിറങ്ങുമ്പോൾ പതുക്കെ ഞാൻ ഡെവലപ്പ് ചെയ്തൊരു ഇൻട്രസ്റ്റ് ആണ് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത്. പിന്നെ സ്പെസിഫിക് എക്വിപ്മെൻ്റ് ഒന്നും ഇതിന് ആവശ്യമില്ല ഈ ഒരു ഹോബി പെർസ്യൂ ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് നാച്ചുറലി എനിക്ക് തോന്നുന്നു നേച്ചർ വാക്സ് ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. പ്രകൃതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഒരു പാഷൻ ഉള്ളതാണ്. അപ്പം ഈ ബട്ടർഫ്ലൈസിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ ദ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ഓഫ് ദ വിങ്സ്, ദ കളേഴ്സ്, ദ ഫ്ലൈറ്റ് പാറ്റേൺസ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ ഐ ഗോട്ട് ഡ്രോൺ ടു ഇറ്റ്. അത് പിന്നീട് കുറച്ച് ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്യാൻ തുടങ്ങി, സ്പീഷീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. ഐ വുഡ് കോൾ മൈസെൽഫ് എൻ അമച്വർ എൻതൂസിയാസ്റ്റ്, അത്രേ ഉള്ളൂ. നമ്മൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ ഒരു സമയത്ത് നമ്മൾ കുറേ കണ്ടന്റ് പഠിക്കുന്നുണ്ട്, കുറേ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒക്കെ ഷെയർ ചെയ്തല്ലോ. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ജേർണി എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കാലം തൊട്ട് തുടങ്ങുന്ന ഒരു കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സ്കൂളിലോ കോളേജിലോ ഒക്കെ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നാച്ചുറലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കഴിവുകൾ, അതൊക്കെ ഈ പ്രിപ്പറേഷൻ്റെ സമയത്ത് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് എന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിക്സ് മാത്രം ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു എക്സാം അല്ല സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ പേഴ്സണാലിറ്റി, ഹൂ യു ആർ. അതിപ്പോൾ നമ്മൾ ഓർക്കും പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ കേസിൽ വരുമ്പോഴത്തേനും മാത്രമേ നമ്മുടെ പേഴ്സണാലിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ എസ്എ ആൻഡ് എത്തിക്സ് പേപ്പേഴ്സ്, ഇവിടെ നമ്മുടെ പേഴ്സണാലിറ്റി നല്ലോണം പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന 2 പേപ്പേഴ്സാണിത്. സോ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെ വായിച്ചിട്ടുണ്ട്, നമ്മളെങ്ങനെയാണ്, വാട്ട് വാസ് അവർ എക്സ്പോഷർ ബിഫോർ, അതൊക്കെ ഒരുപാട് നമ്മുടെ ഈ മുന്നോട്ടുള്ള ജേർണിയിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അക്കാഡമിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നത് മണ്ടത്തരമാണ്. അപ്പം ആക്റ്റീവ്ലി ഏതെങ്കിലും ഡിസ്കഷൻ, ഡിബേറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പങ്കെടുക്കുക. പബ്ലിക് സ്പീക്കിംഗ് ഉണ്ടെങ്കിൽ ചെയ്യുക. ഞാൻ നാച്ചുറലി എനിക്ക് കുറച്ച് എന്താ പറയുന്നത് ഒരു പിന്നോട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്.
പക്ഷേ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ബൂസ്റ്റിംഗ് ഉണ്ടായിരുന്നു, എല്ലാ പരിപാടിക്കും പോയി പങ്കെടുക്കണം, ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഐ യൂസ് ടു പുഷ് മൈസെൽഫ് ടു ഗോ പാർട്ടിസിപ്പേറ്റ് ഇൻ എവറിത്തിങ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഡാഫിൽ നമ്മുടെ ഹോബീസ്, ഇൻട്രസ്റ്റ്, ലീഡർഷിപ്പ് പൊസിഷൻസ് ഇതെല്ലാം വരുന്നുണ്ട്. സോ ഐ യൂസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആസ് മെനി ഐറ്റംസ് ആസ് ഐ കുഡ്. എനിക്കൊന്ന് മനുഷ്യരുടെ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു മൊത്തത്തിലൊരു പിക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഫീൽ ദാറ്റ് ഈവൻ യു ക്യാൻ നോട്ട് ഇൻക്ലൈൻ ടു ഡു ദാറ്റ് പർട്ടിക്കുലർ ആക്ടിവിറ്റി, യു ഫോഴ്സ് യുവർ സെൽഫ് ടു ഡു ദാറ്റ് ആക്ടിവിറ്റി. അതെനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻ്റർവ്യൂവിൻ്റെ ഒരു സമയത്ത് യൂഷ്വലി കൈൻഡ് ഓഫ് അങ്ങനെ ആളുകളുമായിട്ട് അത്ര ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. പക്ഷെ എന്നാൽ പോലും കുറേ കൂടെ എഫേർട്ട് ഇട്ടിട്ട് പുഷ് ചെയ്ത് ഗ്രൂപ്പ് ഡിസ്കഷന് വരിക, 1-on-1 വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നു ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ക്വാളിറ്റി ദാറ്റ് യു ഹാഡ്. ഇഷ്ടമല്ലെങ്കിലും നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്യാന്നുള്ളത് ദാറ്റ്സ് എ വെരി അപ്രീഷിയേറ്റീവ് തോന്നിയിട്ടുണ്ട്. വേറെ വഴിയില്ല. ഓക്കെ, അത് തന്നെയാണ്. പിന്നെ ഒരു സ്റ്റാറ്റിറ്റീഷ്യൻ ആയതുകൊണ്ട് ഞാൻ ചോദിക്കാനുള്ളത്, ചിലരോടൊക്കെ ഞാൻ ചോദിക്കാറുള്ളതാണ്, പക്ഷേ സ്റ്റാറ്റിറ്റീഷ്യൻ ആയതുകൊണ്ട് കുറച്ചും കൂടി അക്കാഡമിക്കൽ റിപ്ലൈ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. And how do you think, like you said that statistics is a study of chances, and in civil service preparation, how do you think, how far it is depend upon chances, like chances തീർച്ചയായിട്ടും ഉണ്ട്. there is an unexplainable factor. നമ്മുടെ വിത്തിൻ കൺട്രോൾ, നമ്മുടെ എഫേർട്ട്, നമുക്ക് എന്താ എക്സാമിനേഷൻ ഹാളിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മുടെ വിത്തിൻ കൺട്രോൾ ഉള്ള കാര്യങ്ങൾ. there are a lot of other factors that play as well. കാരണം എനിക്ക് തോന്നുന്നില്ല I was prepared for this attempt at all, because after the results came last time, ഞാൻ എഴുതുന്നില്ല എന്നുള്ള തീരുമാനത്തിലായിരുന്നു. പിന്നീട് എന്തായാലും അപ്ലൈ ചെയ്തു, ലെറ്റ്സ് ഗോ ഗിവ് ദിസ് അറ്റംപ്റ്റ്. ഒരുപക്ഷെ ഞാൻ ആ അറ്റംപ്റ്റ് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഐ ആം നോട്ട് ഇവൻ ഷുവർ ഇഫ് ഐ വുഡ് കണ്ടിന്യൂ ഇൻ ദിസ് ജേർണി. ഞാൻ അത്രയും എനിക്ക് തോന്നുന്നില്ല ടൈം ഈ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു എന്നുള്ളത്. സോ ലക്ക് പ്ലേസ് എ റോൾ, ബട്ട് എനിക്ക് തോന്നുന്നത് കൂടുതലും പ്രിലിംസിൻ്റെ കാര്യത്തിലേ വരുള്ളൂ. മെയിൻസിൻ്റെ കാര്യത്തിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡിറ്റർമിൻഡ്. നമ്മൾ എന്ത് എഴുതുന്നു, നമ്മൾ എത്രമാത്രം പ്രിപ്പയർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ അകത്തൊരു മേജർ റോളാണ്. പിന്നെ കൂടുതലും ഇതിൻ്റെ അകത്ത് മാർക്സ് വരുന്നത് മെയിൻസിൽ നിന്നാണല്ലോ. സോ അവിടെ എനിക്ക് തോന്നുന്നു ലക്ക് ഫാക്ടർ ഇസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനിയിപ്പോൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങുന്ന കുറേ ആളുകളുണ്ടാവും. അപ്പം ഒരു വർഷത്തെ നീണ്ട ഒരു ജേർണിയാണ്. അപ്പം വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദം, ലൈക്ക് ഹൗ ദേ ക്യാൻ കീപ് മോട്ടിവേറ്റ് ദംസെൽഫ്? ഇതിൻ്റെ അകത്ത് നമ്മൾ സെൽഫ് കൺവിക്ഷൻ, വാട്ട് യു ആർ, എന്താണ് നമ്മൾ ചെയ്യാൻ തിരിച്ചിറങ്ങിയിരിക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് റിസ്കുകളെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നുള്ളത് പ്രധാനമാണ്. ഇത് ഒരു ഉദ്ദേശിച്ച ടൈം ഫ്രെയിമിൽ വരാവുന്ന ഒരു സാധനമല്ല. നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കും ഓക്കെ ഫസ്റ്റ് 2 അറ്റംപ്റ്റ്സിൽ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കി എടുക്കാം, പക്ഷേ ഇറ്റ് മൈറ്റ് ലെങ്തൻ. അപ്പോൾ ആ ഒരു റിയലിസ്റ്റിക് അസസ്മെൻറ്റ് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ പ്രിപ്പറേഷൻ ഇറങ്ങണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ ബി ഇല്ലാതിരിക്കരുത്. ഒരു പ്ലാൻ ബി തീർച്ചയായിട്ടും വേണം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ടൈമും എഫേർട്ടും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾവേസ് സേഫ് ദാറ്റ് യു ഹാവ് എ ബാക്കപ്പ്. പിന്നെ പുഷ് യുവർ സെൽഫ് ഹാർഡർ, റിലയൻസ് ഓൺ ഗോഡ്. റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയായിരുന്നു? റിസൾട്ട് വന്നപ്പോൾ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച ഒരു ഇമോഷൻസ് ഒന്നും അല്ലായിരുന്നു. നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓർക്കുമല്ലോ, റിസൾട്ട് വരുമ്പോൾ ജൂബിലൻറ്റ്, ഭയങ്കര സെലിബ്രേഷൻ, അതുപോലൊന്നും അല്ലായിരുന്നു. ഐ വാസ് വെരി കാം ഇൻ ദ റിസൾട്ട് കെയിം. പക്ഷേ ആങ്സൈറ്റി ഉണ്ടായിരുന്നു. ഐ വാസ് ചെക്കിങ് ദ ഫോൺ, റിസൾട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് 2 ദിവസം മുമ്പൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ 2 ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എവറി 5 മിനിറ്റ് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, വന്നോ എന്നുള്ളത്. പക്ഷെ വന്നു കഴിഞ്ഞൊരു റിലീഫായിരുന്നു. കാരണം ഇതിപ്പം ഞാൻ 2020 തുടങ്ങിയൊരു ജേണിയാണ്. ഫൈനലി യെസ് വി മെയ്ഡ് ഇറ്റ് എന്നുള്ളൊരു റിലീഫായിരുന്നു കൂടുതലും എനിക്കുണ്ടായിരുന്നത്. ഓക്കെ, എന്തായാലും ഈ വിജയം എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ ആണ്. ഇറ്റ്സ് നോട്ട് ദ ഡെസ്റ്റിനേഷൻ. സോ ഐ ആം വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ടു ഡു വെൽ ഇൻ ദി സർവീസ്. നല്ലൊരു ഓഫീസർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു. Lead IAS, crafted by the toppers.